ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. അവിടെ 10 വയസ്സുകാരനോട് അതിക്രൂരമായി പെരുമാറിയ അധ്യാപകനെ പോലീസ് കൈയോടെ പൊക്കിയിട്ടുണ്ട്. മലപ്പുറത്ത് 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈ തല്ലിയൊടിച്ച അധ്യാപകൻ ബൽരാജ് അറസ്റ്റിലായി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSM HSSലെ അധ്യാപകൻ ബൽരാജിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കല്ലിങ്ങൽപ്പറമ്പ് MSM HSSലെ അധ്യാപകൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയൊടിച്ചത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന കാരണത്താൽ ചൂരൽ കൊണ്ട് അടിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി. പൊട്ടലുള്ള കൈകൊണ്ട് വീണ്ടും നിർബന്ധിച്ച് ബോർഡിൽ എഴുതിച്ചെന്നും വിദ്യാർത്ഥിനി പറയുന്നുണ്ട്. പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോ ശിക്ഷിച്ചതാണ്, ചെറുതായിട്ട് ശിക്ഷിച്ച്. അപ്പം ഭയങ്കര കരച്ചിലാണ്, അപ്പൊ തുടങ്ങിയ കരച്ചിലാണ്, കൈ വേദന ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നൊക്കെയാണ് പറഞ്ഞത്. മാഷ് ഞാൻ ചെറുതായിട്ടൊന്നും അടിച്ചിട്ടുള്ളത് അത്ര ഒന്നും ഇല്ലാന്ന് മാഷ് കുഞ്ഞെടുത്ത്. പിന്നെ പറഞ്ഞത് അതിന് മാത്രമൊന്നും ഇല്ല, ഞാനിപ്പോ നിങ്ങൾ അങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നതാണ്, അല്ലാതെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാ മാഷ് പറഞ്ഞത്. അപ്പൊ ഞാനത് അങ്ങനെയല്ലത് എന്തോ പറ്റിയിരിക്കണം, കൈക്ക് എല്ലാം എന്തോ പറ്റിയിട്ടുണ്ട്, അപ്പം ഇതിനിപ്പോ ഡോക്ടർ കാണിക്കാതിരിക്കാൻ പറ്റൂല, എല്ലാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മാഷ് ഇങ്ങോട്ട് പറയുന്നത് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാന്നാണ്. എഴുതിക്കൊണ്ടിരിക്കണേൽ ബാക്കിൽ കൂടെ ഒക്കാപ്പുറത്ത് വന്ന് അടിച്ചാലും കുട്ടി നല്ല ഞെട്ടിപ്പോയി. എന്നോട് പറഞ്ഞത് കൈ ഒന്നാകെ ഷോക്ക് അടിച്ച പോലെ എനിക്ക് തരിച്ചു പോയി, പിന്നെ എനിക്ക് കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റും. പക്ഷെ ആ കൈ കൊണ്ട് തന്നെ അപ്പൊ തന്നെ മാഷ് എഴുതിക്കും ചെയ്ത്, പിന്നെ എഴുതിച്ചെന്നാ പറയുന്നത്. കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകൻ ബൽരാജാണ് ചൂരൽ കൊണ്ടടിച്ചത്. സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസിലും ശിശുക്ഷേമ സമിതിയിലും ബാലാവകാശ കമ്മീഷനിലുമാണ് കുടുംബം പരാതി നൽകിയത്. തിങ്കളാഴ്ച സ്കൂളിലെത്തി പരാതി നൽകും. നിലവിൽ പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും സംഭവത്തിൽ അധ്യാപകനോട് സ്കൂളിലെ പ്രധാനാധ്യാപകൻ വിശദീകരണവും തേടിയിട്ടുണ്ട്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അധ്യാപകനെതിരെ സ്കൂൾ മാനേജ്മെന്റ് നടപടിയെടുത്തേക്കും. ജനം, മലപ്പുറം.